CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെന്റർ ഫോർ ഹാർട്ട് സയൻസസ് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. എൽബോ എക്യുപ്മെന്റ് സന്ദർശിക്കൂ. വ്യത്യസ്തമായ ഒരു ഷോപ്പിംഗ് അനുഭവിച്ചറിയൂ. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യുവമോർച്ച നേതാവിന്റെ മരണം ആത്മഹത്യയെന്ന് കണ്ടെത്തൽ. യുവമോർച്ച പാലക്കാട് ജില്ലാ സെക്രട്ടറി സജിൻ രാജാണ് ദുരൂഹ സാഹചര്യത്തിൽ പൊള്ളലേറ്റ് മരിച്ചത്. 10ലധികം കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന സ്വകാര്യ കിണർ സ്വകാര്യ വ്യക്തി മലിനപ്പെടുത്തുന്നതായി പരാതി. കുടിവെള്ളം മുട്ടിയതോടെ നഗരസഭയിൽ പരാതി നൽകിയിട്ടും നടപടിയൊന്നുമായില്ലെന്നാണ് ചെർപ്പുളശ്ശേരി കരുമാനാംകുറിശ്ശിയിലെ കുടുംബങ്ങൾ ആരോപിക്കുന്നത്. ഓങ്ങല്ലൂരിലെ ആക്രിമാലിന്യങ്ങൾ നീക്കം ചെയ്യുവാൻ വ്യാപാരികൾക്ക് വീണ്ടും സമയപരിധി നൽകി. മുഹമ്മദ് മുഹസിൻ MLA അധ്യക്ഷതയിൽ ചേർന്ന ബന്ധപ്പെട്ടവരുടെ യോഗത്തിലായിരുന്നു തീരുമാനം. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ അമ്മിനിക്കാട് വടക്കേക്കരയിൽ മഴക്കാല രോഗ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പെട്ടമണ റീന നിർവഹിച്ചു. യുവമോർച്ച നേതാവിന്റെ മരണം ആത്മഹത്യയെന്ന് കണ്ടെത്തൽ. യുവമോർച്ച പാലക്കാട് ജില്ലാ സെക്രട്ടറി സജിൻ രാജാണ് ദുരൂഹ സാഹചര്യത്തിൽ പൊള്ളലേറ്റ് മരിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സിച്ച ഡോക്ടറോട് തന്നെ റോഡിൽ തടഞ്ഞ് ആക്രമിച്ച് പെട്രോൾ ഒഴിച്ച് തീവയ്ക്കുകയായിരുന്നു എന്ന് സജിൻ രാജിന്റെ മൊഴിയാണ് ദുരൂഹതയ്ക്ക് കാരണമായത്. എന്നാൽ സ്ഥലത്തെ പരിശോധനയിലും സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിലും തുടർന്ന് നടന്ന അന്വേഷണത്തിലും ഇത്തരമൊരു ആക്രമണ സാധ്യത വിരളമാണെന്നാണ് പോലീസ് വിലയിരുത്തൽ. പെട്രോളിന് ടിന്നിലും മറ്റ് വിരലടയാളങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:30 മണിയോടെയാണ് സജിൻ രാജിന്റെ ഫോൺ ഓഫായത്. ഇതിനു തൊട്ടുമുൻപാണ് മായന്നൂർ സ്വദേശിനിയായ യുവതിക്ക് ഇനി കാണില്ല, എന്നെ കാണണമെങ്കിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നുള്ളൂ, തന്റെ മരണം ലൈവായി കാണണമെങ്കിൽ വീഡിയോ കോളിൽ വിളിക്ക്, ഇതാണ് അവസാന സന്ദേശങ്ങൾ. ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട ഈ യുവതിയുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നതായി കണ്ടെത്തി. ഇടപ്പള്ളി ടോൾ ബൂത്തിലെ അടക്കം നിരവധി CCTV ക്യാമറകൾ പരിശോധിച്ചതിലും സജിൻ രാജ് ഒറ്റയ്ക്കായിരുന്നു എന്ന് വ്യക്തമായി. അന്വേഷണത്തിന്റെ ഭാഗമായി ആറ്റിങ്ങൽ പോലീസ് മായന്നൂരിലെത്തി യുവതിയെ ചോദ്യം ചെയ്തു. CCN ന്യൂസ് ഒറ്റപ്പാലം. യുവമോർച്ച നേതാവ് സജിൻ രാജിനെ ഒരു നോക്കു കാണുവാനായി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നിരവധി പേർ എത്തി. തിരുവനന്തപുരത്ത് നിന്നും വ്യാഴാഴ്ച രാത്രി കണ്ണിയമ്പുറത്തെ വീട്ടിലെത്തിച്ച മൃതദേഹം പാമ്പാടി ശ്മശാനത്തിൽ സംസ്കരിച്ചു. ദേശീയ നിർവാഹക സമിതി അംഗം ശോഭാ സുരേന്ദ്രൻ എത്തിയിരുന്നു. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. ഞങ്ങളെ സംബന്ധിച്ച് വളരെ നല്ല രീതിയിൽ ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളോടും ഇടചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളായിരുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ. സ്വാഭാവികമായും വളരെ ദുരൂഹമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ മരണം സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തണമെന്നും ഇത് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തണം എന്നും ഭാരതീയ ജനതാ പാർട്ടി ഈ വിഷയത്തിൽ ആവശ്യപ്പെടുകയാണ്. 10ലധികം കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന സ്വകാര്യ കിണർ സ്വകാര്യ വ്യക്തി മലിനപ്പെടുത്തുന്നതായി പരാതി. കുടിവെള്ളം മുട്ടിയതിനെ തുടർന്ന് നഗരസഭയിൽ പരാതി നൽകിയിട്ടും നടപടിയൊന്നുമായില്ലെന്നാണ് ചെർപ്പുളശ്ശേരി കരുമാനാംകുറിശ്ശിയിലെ കുടുംബങ്ങൾ പറയുന്നത്. മഴക്കാലം എത്തിയിട്ടും ജലക്ഷാമം അനുഭവിക്കുകയാണ് ചെർപ്പുളശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ 9ാം ഡിവിഷനിലെ ജനങ്ങൾ. 10ഓളം കുടുംബങ്ങൾക്ക് ആശ്രയമായുള്ള കിണർ ഇപ്പോൾ പൂർണ്ണമായും മലിനമാണ്. രാജൻ എന്നയാളുടെ ഉടമസ്ഥതയുള്ള കിണറിൽ അയൽവാസിയുടെ വീട്ടിലെ തൊഴുത്തിലെ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുകയും കിണറുകൾ മലിനമാകുകയും ചെയ്യുന്നതായാണ് പരാതി. കിണറ്റിൽ അയൽവക്കക്കാരൻ്റെ തൊഴുത്തിലത്തെ മാലിന്യങ്ങൾ വന്നിട്ട് അത് കുടിക്കാൻ പറ്റാണ്ടായി. മുനിസിപ്പാലിറ്റി പരാതി കൊടുത്തു. അവിടുന്ന് വന്ന് ചെക്ക് ചെയ്ത് വെള്ളം കുടിക്കരുതെന്ന് പറഞ്ഞവർ പോയി. വേറെ അതിന് നടപടിയൊന്നും എടുത്തിട്ടില്ല. മുനിസിപ്പാലിറ്റി അധികൃതർക്ക് പരാതി നൽകിയിരുന്നുവെങ്കിലും നടപടിയൊന്നും ആയില്ലെന്ന് ഇവർ പറയുന്നു. ഹെൽത്ത് വിഭാഗം വന്ന് കിണർ പരിശോധിച്ചതിനു ശേഷം ചാണകമാലിന്യങ്ങൾ കിണറ്റിലുണ്ടെന്നും കിണറ്റിലെ ജലം ഉപയോഗശൂന്യമാണെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. ഞങ്ങളുടെ കിണറ്റിലെ വെള്ളം ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. അതിനുവേണ്ടി ഞങ്ങൾ മുനിസിപ്പാലിറ്റിക്ക് പരാതി കൊടുത്തതാണ്. അയൽവക്കത്തെ തൊഴുത്തിലെ മാലിന്യങ്ങൾ വന്നിട്ട് ഉപയോഗശൂന്യമായി കിടക്കണ ഇത് നേരേക്ക് തരാൻ പറഞ്ഞിട്ട് ഹെൽത്ത് ഇൻസ്പെക്ടർ വന്നിരുന്നു. ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞ വെള്ളം കുടിക്കരുത് എന്ന് പറയല്ലാതെ വേറെ ഒരു നടപടി നേരെ ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ അയൽവാസിയായ കൗൺസിലറാണ് അയാൾ. ഈ പ്രദേശത്തൊന്നും ഇതെന്താ കാരണം എന്ന് അന്വേഷിക്കാൻ കൂടി വന്നിട്ടില്ല. അതെന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. അതിന് എത്രയും വേഗം നടപടി ഉണ്ടാകും. വെള്ളം നിറയാൻ നിൽക്കുന്നുണ്ട്, പക്ഷെ അതിൻ്റെ അടിയിൽ മാലിന്യമല്ലേ, അപ്പുറത്തെ കുഴിയിൽ മാലിന്യങ്ങളാണ്.
മുനിസിപ്പാലിറ്റിയിൽ അപേക്ഷ കൊടുത്തിട്ട് പരാതി കൊടുത്തിട്ട് ഒരു നടപടി ഇല്ലാത്തതിൻ്റെ പേരിൽ ഞങ്ങൾ MLAക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. എന്നാൽ മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ ദൂരമേറെ താണ്ടി ശുദ്ധജലം കെട്ടിക്കൊണ്ടുവരുവാൻ ഇവർ നിർബന്ധരായിരിക്കുകയാണ്. സ്ഥലം മെമ്പറുടെ പിന്തുണയോടെയാണ് ഈ അതിക്രമം നടക്കുന്നതെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. മുനിസിപ്പാലിറ്റിയിലെ പ്രധാന ഒരു വാർഡ് കൗൺസിലറുടെ ഒരു പ്രദേശമാണ്, രാംകുമാറിൻ്റെ പ്രദേശമാണ്. ഈ പ്രദേശത്തുള്ള ഒരു 10ഓളം കുടുംബങ്ങളെ ആശ്രയിക്കുന്നൊരു കിണറാണ് ഈ കിണർ. ഈ കിണറിൽ ഒരു വർഷക്കാലമായിട്ട് തൊട്ടടുത്തുള്ള ഒരാളുടെ തൊഴുത്തിലെ മാലിന്യങ്ങൾ വന്ന് അടിയുകയും അത് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയാത്തത് വരാത്തതിൻ്റെ ഭാഗമായിട്ട് ഒരു 1.5 മാസക്കാലം മുമ്പ് ഈ ആളുകളെല്ലാവരും കൂടി ഒപ്പുകൾ ശേഖരിച്ചിട്ട് മുനിസിപ്പാലിറ്റിക്ക് പരാതി കൊടുത്തു. ആ പരാതി കൊടുത്തതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു നടപടികളും ഇന്നേ വരെ എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, അവർ വന്ന് ഇവരോട് വെള്ളം കുടിക്കരുതെന്ന് പറയുകയും ഇതിൽ തൊഴുത്തിലെ മാലിന്യങ്ങൾ ഉണ്ടെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്ത് പോയിട്ട് ഇതിന് വേണ്ടതായിട്ടുള്ള യാതൊരു നടപടി എടുക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള ആളുകളുടെ ആശങ്ക എന്ന് പറയുന്നത് ഈ പ്രദേശത്ത് ഉള്ള ആളുകൾക്ക് വെള്ളം എങ്ങനെയാണ്, കുടിവെള്ളം ഇനി മുന്നോട്ട് പോകുന്ന ദിവസങ്ങളിൽ കുടിവെള്ളത്തിന് എന്ത് ചെയ്യുമെന്നുള്ളതിൽ ആശങ്കയാണ്. അത് ഉടനടി പരിഹരിക്കുന്നതിന് വേണ്ട നടപടികൾ ഈ മുനിസിപ്പാലിറ്റിയും പ്രധാന മെമ്പറായിട്ടുള്ള വാർഡ് കൗൺസിലറൊക്കെ രാംകുമാറൊക്കെ അടങ്ങുന്ന ആളുകളൊക്കെ തന്നെ ഇത് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് ഈ പ്രദേശത്തെ ആളുകളുടെ ഒരു പ്രശ്നം എന്നുള്ളത്. കിണറിൽ ജന്തുജാലങ്ങളുടെ ജീർണിച്ച അവശിഷ്ടങ്ങൾ നിക്ഷേപിക്കാറുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഉപയോഗശൂന്യമായ കിണറിലെ മാലിന്യങ്ങളും ഈ കിണറിലേക്ക് വന്നടിയുകയാണ്. പ്രാഥമിക ആവശ്യങ്ങൾക്കും ദാഹജലത്തിനും പാചകത്തിനും ഉപയോഗിച്ചിരുന്ന കിണറിലെ വെള്ളം മലിനമായതോടെ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് പ്രദേശവാസികൾ. CCA ന്യൂസ്, ചെർപ്പുളശ്ശേരി. ഓങ്ങല്ലൂരിലെ ആക്രി മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാൻ വ്യാപാരികൾക്ക് വീണ്ടും സമയപരിധി നൽകി. മുഹമ്മദ് മുഹസിൻ MLAയുടെ അധ്യക്ഷതയിൽ ചേർന്ന ബന്ധപ്പെട്ടവരുടെ യോഗത്തിലായിരുന്നു തീരുമാനം. ഡെങ്കിപ്പനി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലായിരുന്നു ഓങ്ങല്ലൂരിലെ ആക്രി മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാൻ ഒറ്റപ്പാലം സബ് കളക്ടർ PB നൂഹ് ഉത്തരവിട്ടത്. ജൂലൈ 4-നകം മാലിന്യങ്ങൾ നീക്കം ചെയ്യണമെന്നായിരുന്നു നിർദ്ദേശം. സമയപരിധി തീർന്ന സാഹചര്യത്തിലാണ് സ്ക്രാപ്പ് വ്യാപാരികളെയും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും നാട്ടുകാരുടെയും യോഗം വിളിച്ചു ചേർത്തത്. മുഹമ്മദ് മുഹസിൻ MLAയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. 70ഓളം സ്ക്രാപ്പ് വ്യാപാരികളാണ് ഓങ്ങല്ലൂർ, കാരക്കാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത്. ഇതിൽ ചില ഭാഗങ്ങളിൽ 70% വരെ മാലിന്യങ്ങൾ നീക്കം ചെയ്തിട്ടുണ്ടെന്ന് സബ് കളക്ടർ PB നൂഹ് യോഗത്തിൽ അറിയിച്ചു. അതേസമയം പകുതി മാത്രം നീക്കം ചെയ്തവരും ഒരു ലോഡ് പോലും നീക്കം ചെയ്യാത്തവരും സ്ഥലത്തുണ്ടെന്നും സബ് കളക്ടർ വ്യക്തമാക്കി. മാരകമായ രോഗങ്ങൾക്ക് ഇടവരുത്തുന്ന ആക്രി മാലിന്യങ്ങളാണ് ഇവിടെ കുന്നുകൂടി കിടക്കുന്നതെന്നും ഇത് നീക്കം ചെയ്യാതെ തുടർ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുവാനാകില്ലെന്നും സബ് കളക്ടർ യോഗത്തിൽ വ്യക്തമാക്കി. ഓങ്ങല്ലൂരിലെ ആക്രി വ്യാപാരം ഇനി ശാസ്ത്രീയമായ രീതിയിൽ മാത്രമേ നടപ്പാക്കാനാകൂ എന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. ഇതിനുവേണ്ട നടപടികൾ സ്വീകരിച്ചു വരികയാണ്. സ്ഥലം ലഭ്യമാക്കുന്ന മുറയ്ക്ക് ഇതിനുവേണ്ട നടപടികൾ സ്വീകരിക്കും. നിലവിലെ സ്ഥിതി ഒരു കാരണവശാലും അനുവദിക്കുകയില്ലെന്നും MLA വ്യക്തമാക്കി. യോഗത്തിൽ ജില്ലാ കളക്ടർ P മേരിക്കുട്ടി, ഓങ്ങല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാർ പറമ്പിൽ, വൈസ് പ്രസിഡന്റ് PA സൈനബ, തഹസിൽദാർ പ്രസന്നകുമാർ, മറ്റു ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, വിവിധ വകുപ്പ് പ്രതിനിധികൾ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. CCA ന്യൂസ്, പട്ടാമ്പി. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തും കടമ്പഴിപ്പുറം സാമൂഹികാരോഗ്യ കേന്ദ്രവും സംയുക്തമായി ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് ഹാളിൽ ശില്പശാല സംഘടിപ്പിച്ചു. പകർച്ചപ്പനിയും ആരോഗ്യ പ്രശ്നങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കിയിരുന്നു ശില്പശാല സംഘടിപ്പിച്ചത്. ശ്രീകൃഷ്ണപുരം ബ്ലോക്കിന് കീഴിലെ എല്ലാ വിദ്യാലയങ്ങളിലെയും ആരോഗ്യ ക്ലബ്ബ് കൺവീനർമാർക്കായുള്ള ശില്പശാലയാണ് സംഘടിപ്പിച്ചത്. ഇപ്പോഴുള്ള ആരോഗ്യരംഗത്തെ പ്രതിസന്ധികളെക്കുറിച്ചായിരുന്നു ചർച്ച. വിദ്യാർത്ഥികൾക്കിടയിൽ ആരോഗ്യരംഗത്തെ പ്രതിസന്ധികളെക്കുറിച്ച് ക്വിസ് കോമ്പറ്റീഷൻ നടത്തുകയുണ്ടായി. ഏറ്റവും മികച്ച വിദ്യാലയത്തെ കണ്ടെത്തുവാനുള്ള പരിപാടി കൂടി ഇതോടനുബന്ധിച്ച് നടന്നു. 1 വർഷം നീണ്ടു നിൽക്കുന്ന ആരോഗ്യ പ്രവർത്തനങ്ങൾ ശ്രീകൃഷ്ണപുരം ബ്ലോക്കിന് കീഴിലുള്ള സ്കൂളുകളിൽ നടപ്പിലാക്കും. ശില്പശാല ബ്ലോക്ക് പ്രസിഡന്റ് P അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യരംഗത്ത് ഇന്ന് നാം നേരിടുന്ന വെല്ലുവിളിയെ, പ്രയാസങ്ങളെ, പ്രതിസന്ധികളെ മുറിച്ചു കടക്കാൻ കഴിയുമെന്ന ഒരു അഭിപ്രായം ചർച്ച ചെയ്യപ്പെടുകയും അതനുസരിച്ചുകൊണ്ട് ഈ ജൂലൈ മാസത്തിൽ ഏറ്റെടുക്കേണ്ട പ്രത്യേകമായ പ്രോഗ്രാം എന്ന രീതിയിൽ, പ്രവർത്തനങ്ങൾ എന്ന രീതിയിൽ നമ്മൾ ഒട്ടേറെ വകുപ്പുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ ആലോചിക്കുകയും തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ വിദ്യാഭ്യാസ വകുപ്പ് 2 BPOമാരുടെ പ്രതിനിധികളും പങ്കെടുത്തിരുന്നു. വിദ്യാഭ്യാസ വകുപ്പ് ഈ മേഖലയിൽ ക്രിയാത്മകമായിട്ടുള്ള ഇടപെടുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം തന്നെയാണ് എടുത്തത്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജ്യോതിവാസൻ അധ്യക്ഷനായിരുന്നു. HS സുബ്രഹ്മണ്യൻ ക്ലാസുകൾ നയിച്ചു. HI രമേശ്, IT മോഹൻദാസ്, K ശാന്തകുമാരി, ഉഷ നാരായണൻ, ഓമന എന്നിവർ സംസാരിച്ചു. CCA ന്യൂസ്, ശ്രീകൃഷ്ണപുരം.
പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ അമ്മനിക്കാട് വടക്കേക്കരയിൽ മഴക്കാല രോഗ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പെട്ടമണ്ണ റീന നിർവഹിച്ചു. ശുചിത്വം എന്ന് പറയുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. അത് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ആദ്യം നമ്മുടെ വീടും അതുപോലെ തന്നെ നമ്മുടെ പരിസരവും ഒക്കെ വൃത്തിയായി സൂക്ഷിക്കുക. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നൊരു ചൊല്ലുണ്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രയാസങ്ങളിൽ നിന്നും അതുപോലെ ഇതുപോലുള്ള അസുഖങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഒത്തിരി മോചനം നേടാൻ കഴിയും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വീടും പരിസരവും അതുപോലെ തന്നെ പ്രദേശങ്ങളും ഒക്കെ വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ്. വൃത്തിയാണ് ഏറ്റവും പ്രധാനം. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് നമുക്കറിയാം നമ്മുടെ ഈ പ്രദേശത്ത് കൂടുതൽ മാഷ് പറഞ്ഞത് ഒരുപാട് പനി പിടിച്ച ആളുകൾ ഹോസ്പിറ്റലിൽ അടക്കം ഇപ്പോൾ അഡ്മിറ്റായി കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. താഴേക്കോട് പഞ്ചായത്തിലെ അമ്മനിക്കാട് വടക്കേക്കര ഭാഗത്താണ് ഡെങ്കിപ്പനി ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തത്. അതിനാലാണ് ഇവിടെ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി.കെ. സതക്ക അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജാഫർ കുറ്റിക്കാടൻ സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷെമീറ ചക്കരത്തൊടി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അബ്ദുള്ള, താഴേക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മറിയക്കുട്ടി, മെഡിക്കൽ ഓഫീസർ ജമീല, EMS ആശുപത്രിയിലെ നഴ്സ്, സ്റ്റാഫ് തുടങ്ങിയവർ ബോധവൽക്കരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി. CCA ന്യൂസ് പെരിന്തൽമണ്ണ. ഇടവേള.